ഇപ്പൊ എന്തായി മുജിവാക്ക കാര്യങ്ങള് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ആയില്ലേ. ഇപ്പത്തെ കാലത്ത് ഒരു കേസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വിഷയമുള്ള കാര്യമല്ല. നമ്മളെ നിയമത്തിനും പോലീസിനും ഒക്കെ അതിനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അതന്നെ ഞാൻ പറഞ്ഞതേ, ഇതിപ്പോ റിയാസാണ് ഇതിന്റെ വേക്കലിൽ നിന്നുള്ളതേ. ഉറങ്ങേണ്ട ഉറക്കത്തിൽ പോലെ ഞാൻ കരുതിയിട്ടില്ല കേട്ടോ. ആ സെക്യൂർ ഉണ്ടല്ലോ അവിടെ. അസ്സലാമലൈക്കും. ആ വലൈക്കും അസ്സലാം. മുജിവാക്ക വരി. മുനീറ വാ കയറി ഇരിക്കി. സെക്യൂറേ, ആ അതിന്റെ അടിയിൽ വേറൊരു സംഭവം നടന്നേക്കണു. അത് അറിഞ്ഞോ? തന്നെ അതെന്തേ? ആ അതാ ഫാറൂഖിനെ തല്ലിച്ചില്ലേ, അത് പുറത്താരുമല്ല, അത് നിങ്ങളെ റിയാസാണ് അതിന്റെ ബാക്കിലെ. തന്നെ ആ ഓനിപ്പോ ഫിറോസിനെയും ആ അലി എന്ന ചക്കനൊക്കെ പാടിയും കൂടിക്കാണ് അത് ചെയ്തൊക്കെ. ആ ഓല പോലീസ് ബുക്കിംഗ് ചെയ്തേക്കണു. ഞാൻ ആ സസ്യാട്ടനെ കണ്ടു. അപ്പൊ സസ്യാട്ടൻ പറഞ്ഞു വില ഒക്കെ കസ്റ്റഡിയിൽ എടുത്തേക്കണു. പക്ഷെ നമ്മൾ റിയാസിനെ ഇവിടെ ഒന്നും കാണുന്നില്ല എന്നും പറഞ്ഞു. എടുക്കാൻ വെക്കുന്നുണ്ട് എന്നുള്ള അറിയില്ല. അപ്പൊ ഇതിലെന്തേലും ചെയ്യണ്ടേ, അത് പറയാനും കൂടി ഞാൻ പോയിട്ട് വന്നത്. അത് ശരി, നമ്മളെ റിയാസോ? അപ്പൊ ആകെ ഒരു വിഷയമാവുമല്ലോ ഇപ്പൊ അത്. ഓനിപ്പോ ബാംഗ്ലൂർ പോയി എന്നാണ് പറഞ്ഞത്. ഓന ദിവസം പറഞ്ഞു ചെയ്തിരുന്നു ഓന കച്ചവടത്തിനാണ് പോവാണെന്ന്. ഓന ചെയ്തെന്നുള്ളത് നമ്മളെ പോലീസുകാരൻ പറഞ്ഞോ? നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, പെരി പോയിക്കാണ്ടേ വല്യാക്കാനോടൊന്ന് പറയാം. നാസറാജിനൊന്ന് കാണുമാണല്ലോ. പിന്നെ ഫാറൂഖ് ഇപ്പോൾ ലോഡ്ജിലുണ്ടല്ലോ, ഓനോട് സംസാരിക്കേണ്ടി വരും. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ടപ്പോൾ മുന്നീറത് ഇപ്പോൾ ഒരു ചൊറയാണ്. ആ നാസറാജിനെ കണ്ടു ഞാനേ. നാസറാജ് ഇപ്പൊ എന്നോട് ഈ കാര്യം പറഞ്ഞത്. അത് കാതറാക്കാനും സെക്യൂരിറ്റിയും കണ്ടുകാണ്ട് കാര്യം എന്ന് പറഞ്ഞേക്കാണ്ട് എന്തെങ്കിലും ഒരു തീർമാനത്തിൽ എത്തിച്ചാളെന്നാ പറഞ്ഞത്. അതിനായിട്ട് തന്നെ ഇപ്പൊ കാര്യമായിട്ട് ഈ പോയല്ലോട് പോകുന്നത്. അതിപ്പോ എന്താ ഞങ്ങള് സംഗതി എന്തായാലും വല്ലാതെ വെക്കണ്ടേ. എളുപ്പം പോയിക്കണ്ട ഒരു തീരുമാനം ഉണ്ടാക്കാൻ നല്ലത്. കാരണം വൈകുന്തോറും അത് ചൊറാവും. ആ ശരിയാ, മുനീർ പറഞ്ഞ മാതിരി നേരം വൈകണ്ട. ഒരു കാര്യം ചെയ്യാം, വല്യാക്കാനും ഒന്ന് കാണണം, നാസറാജിനെയും കാണണല്ലോ. ഞാനേ കുഞ്ഞുമൊക്കെ ചായ എടുത്താല് ചായ ഒന്ന് മടിച്ചു പോയാൽ മാറ്റിക്കാണ്ട് വേമ്പാ. ആയി ഇവിടെ ഓനക്ക് ഇവിടെ ഉള്ളതല്ലേ? ചേലേമ്പ്ര റിയാസ്, വാപ്പാന്റെ പേര് ഖാദർ. വേറെ വീട് ഇപ്പൊ എവിടെയാണ്? ആ റിയാസാക്കാന്റെ പേര് കറിയേ എന്റെ ഒപ്പം പോരി, ഞാൻ കാണിച്ചു തരാം. വെള്ളം അപ്പൊ സൂറജ പിന്നില്ലേ അത് നല്ല പൂത്ത വായിക്കെടുപ്പ തിന്നലേ ആരെ വരുന്നുണ്ടല്ലോ. ഇതന്നെയാണ് ഏട്ടാ റിയാസാക്കാന്റെ പേരാ. ആരാ സുറബേദാണ് കുടിച്ച? ചേലാമ്പ്ര റിയാസിന്റെ വീടല്ലേ? വന്ന് വിളിക്ക്. ഓൻ ബാംഗ്ലൂർക്ക് കച്ചവടത്തിന്റെ ആവശ്യത്തിന് പോയതാണല്ലോ. നിങ്ങൾ ആരാ, എന്ത് കാര്യം? ഓന്റെ കച്ചവടം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവനോട് സ്റ്റേഷനിൽ വന്നിട്ട് ഹാജരാവാൻ പറയും. വൈകുന്തോറും കാര്യങ്ങൾ വഷളാവും. എന്താപ്പാ റിയാസിന് എന്നിട്ട് പോനോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു? എന്താ സാറേ പ്രശ്നം? അപ്പൊ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഫാറൂഖ് എന്ന് പറഞ്ഞ ഒരാളെ അവനും അവന്റെ കൂട്ടാളികളും കൂടി തല്ലി തച്ചിട്ട് കൈക്കും തലയ്ക്കും നല്ല പരിക്കുണ്ട്. അവന്റെ കൂട്ടാളികളെ മുഴുവൻ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. ഇനി അവനോട് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ഹാജരാവാൻ പറയാ. ഞങ്ങളെ ഈ ഒരു കാര്യത്തിന് ഇനി ഇങ്ങോട്ട് വരുത്തരുത്. ഇപ്പ എന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കണമൊക്കെ? ഇപ്പൊ റിയാസാക്കാണ് ഇതൊക്കെ ചെയ്തത്. റിയാസാക്ക ബാംഗ്ലൂർക്ക് എറണാകുളം ബിസിനസ് കാരണം പോയതല്ലേ, പിന്നെ എപ്പോഴും ഇതൊക്കെ ചെയ്തതാവോ? ഇപ്പൊ എവിടെയാണ് ആവല്ലേ? അതിനിപ്പോ നിങ്ങളെല്ലാരും കൂടി എന്നോട് ചോദിച്ചിട്ട് എത്താകാനാ? ഞാനിപ്പോ എങ്ങനെ അറിയണു? ഇവിടെ ഇങ്ങളെ പോലെ തന്നെ ഞാനും ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നല്ലേ. ഞാനൊന്ന് പുറത്തു പോയി നോക്കട്ടെ, നാസറാജിനോട് ചോദിച്ചു നോക്കട്ടെ എന്താ കഥ എന്നൊക്കെ. ഇനിയിപ്പോ സെക്യൂർ ഇപ്പോ എവിടെയാണാവോ? പഠിച്ചോനെ, നമ്മള് സെക്യൂറാക്കാണ് ഇത് ചെയ്തതെന്നല്ലേ നമ്മള് വിചാരിച്ചിരുന്നത്. റിയാസാക്കാണ് ഇത് ചെയ്തതില്ലേ. ഇനി എത്താ നമ്മള് കാട്ടപ്പാ? ഇപ്പ നിങ്ങളൊന്ന് നാസറാജിനെ മുജിബാക്കാനൊന്നും പോയി കണ്ടാളി. ഞാൻ റിയാസിനെ പോലീസുകാരെ കൈക്ക് കിട്ടിണ്ടെങ്കിൽ എന്തൊക്കെ കാട്ടാന്ന് അറിയില്ല. നിങ്ങളേ വരുമ്പോ സെക്യൂറാക്കാനൊന്ന് കണ്ടാളിട്ടോ. അതിപ്പോ ഒക്കെ കൂടെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. എന്തൊക്കെയാ എവിടെയൊക്കെ എങ്ങനെയൊന്നും നമുക്ക് അറിയില്ലല്ലോ. അടുപ്പടിക്ക് ഓരോന്ന് കേൾക്കുന്നുണ്ട്. ഏതായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ.
എന്റെ കുപ്പായം നിർത്താ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. പിന്നെ റിയാസ് എങ്ങാണ്ട് വിളിച്ചില്ലടി. ആ ഇന്നലെ അവിടെ എത്തിക്കണായിരുന്നു വിളിച്ചിനി, ഇന്ന് വിളിച്ചിട്ടൊന്നുമില്ല. കുപ്പായതാ. ഞാൻ ഇറങ്ങാം. ഫാറൂഖിന്റെ പ്രശ്നം ഇപ്പോ സക്കീറിന്റെ പേരിലായിരുന്നു എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത്. അതിപ്പോ റിയാസും ഓന്റെ കൂട്ടുകാരും ചെയ്തതാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓന്റെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തതാണ്, അതിനുള്ള പക്കതല്ലേ പോലിക്കുള്ളൂ. അപ്പൊ ഞാൻ ഖാദറാക്കാനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഖാദറാക്കിയും കൂടി വന്നു കഴിഞ്ഞാല് ഫാറൂഖിന് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ കാര്യം ഇവിടെ വെച്ചിട്ടാണ് സോൾവ് ആക്കാം, തീരുമാനം എടുക്കാം. ഓനക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത്. ആ അതാചാര്യങ്ങൾ പറഞ്ഞ അതായത് അതിന്റെ കാര്യം. പിന്നിപ്പോ ഫാറൂഖിനോടേ ഞാനും സെക്യൂറൊക്കെ ഇപ്പൊ ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഓനെ സംബന്ധിച്ചിടത്തോളം ഓനക്കിപ്പോ ഇതിൽ വലിയൊരു എതിരഭിപ്രായമൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിക്കാട് തീരണമെന്നുണ്ടെങ്കിൽ തന്നെ റിയാസുകൾ വരണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിത് പറഞ്ഞു തീരണമല്ലോ. ഖാദറാക്കാണ്ട് വരട്ടെ. ആ അത് മുജീബൊക്കെ പറയുമ്പോൾ തന്നെ അജരക്ക ഈ കാര്യങ്ങളൊന്നും ഒത്തീർപ്പായെങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് റിയാസിലോട്ട് വരാൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്തൊക്കെ തന്നെ ഉണ്ട്, എന്നെ വിളിച്ചിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റുമല്ലോ. പിന്നെ നമ്മളെ ആ പോലീസുകാരൻ അയാളുടെ പേര് ശശിയോ, ആ മൂപ്പരൊന്ന് കണ്ട് സംസാരിച്ചും ചെയ്തിരുന്നു. ഏതായാലും വല്യാക്കണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് എന്താ വെച്ചാലേ നല്ല രീതിയിൽ തന്നെ തീരുമാനിക്കണം. എന്താ ഫാറൂഖേ? അത് സെക്യൂറാക്ക. ഫാറൂഖിന് ഇപ്പൊ ഏതായാലും ഇപ്പൊ അതിലെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പൊ ദത്തപ്പ തീരുമാനിച്ചാന് പിന്നെ സ്റ്റേഷനത്തെ കാര്യം അത് ആചാരാക്കി മുജീബൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോഴേ ഓല് പോയി ഇടപെട്ട് ക്ലിയർ ആക്കാനുള്ള പ്രശ്നമേ ഉള്ളൂ. അത് ആ ഖാദറാക്ക് വരുന്നുണ്ട് കേട്ടോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കും ഖാദറാക്ക. സക്കീറ ഇരിക്ക. ഖാദറാക്ക നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ റിയാസ് ഇപ്പൊ അവിടെ ഇവിടെ ഒളിച്ച് നിൽക്കുകയാണല്ലോ. ഓനപ്പൊ നമുക്ക് വരുത്തണമെങ്കിൽ നമ്മളൊരു ഒത്തുതീർപ്പിലായെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് കേസും കൊണ്ടാൻ വേണ്ടിയായിട്ട് ഇത് പോവുകയാണെങ്കിൽ റിയാസിന് എന്നും ഇങ്ങനെ ഒളിഞ്ഞു നടക്കാനേ സമയം ഉണ്ടാവുള്ളൂ. നമുക്കിത് നല്ല നിലയിൽ ഇതാണ് തീരും അവിടെ വെച്ചിട്ട്. അതിന് റിയാസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ശരി, ഓനല്ലേ ഇന്നത്തിന് അവിടെ എങ്ങനെ ആക്കണത്? ഓനാണ് പോയിക്കൂടെ? ഓ പേര് കുട്ടികളെ പേരിക്കൊന്നാണ് പേടിപ്പിച്ച അതുമാതിരി കുട്ടികൾ ബൈക്ക് എടുത്തുക, ഓളെ മൂട്ട് കൂടി അടക്കുക റസിയാവിന്റെ. എന്തിനാ അതിന്റെ ആവശ്യം? ഓനാണ് പോയിക്കൂടെ? അതൊക്കെ കണ്ടപ്പോ റിയാസിനെ വീട്ടിണ്ടാവും അതന്നെ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടൊന്നും ചെവിടിയല്ല. എന്തായാലും അത് ഓന് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ റിയാസിനെ മാത്രം പറഞ്ഞു കൊടുക്കണു? ഓ ശരി. അതിപ്പോ ഖാദറാക്ക നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും, പക്ഷെ റിയാസ് ചെയ്തത് വലിയൊരു തെറ്റാണ്. ആ തെറ്റിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അതൊക്കെ നിയമ നടപടി കൂടി പോവുകയാണെങ്കിൽ ഓർക്ക് വലിയ പ്രശ്നം വരാണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സംഗതി ഇവിടെ വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ നിയമ നടപടി കൂടി പോവുകയാണെങ്കിൽ വലിയൊരു വിപത്ത് ഇതിനകത്ത് വരാണ്ട്. അത് ഖാദറാക്ക ആചാര്യ അറിഞ്ഞമായിരിക്കേ ഈ കേസിന്റെ ഗൗരവം ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകഞ്ഞിട്ടാണ്. അത് കേസിന്റെ വൈക്കാട് പോകുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞേക്കാണ് നല്ല രൂപത്തിലേ ഫാറൂഖും ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, സെക്യൂറും എല്ലാവരും ഉണ്ട്. പറഞ്ഞേക്കാണ് എന്താ വെച്ചാലേ ഒന്നാണ് തീരുക, അത് നന്നാവുക. ഇച്ചതിന് വലിയ പേടിയും ബേജാറൊന്നുമില്ല. കുറെ കേസും കുലുമാലൊക്കെ കണ്ടവനാണ് ഈ ചില ഖാദർ. ഓ പിന്നെ ഓനോട് ഇവിടെ വല്ലാതെ മുട്ടിത്തിരിഞ്ഞ് നിൽക്കണ്ടെന്ന് പറഞ്ഞോണ്ടി ഓനോട് പോകാൻ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ സക്കീർ എന്താണോ പറഞ്ഞു അതന്നെയാണ് എന്റെ അഭിപ്രായം, അതന്നെയാണ് എന്റെ തീരുമാനം. ആ അത് വല്യാക്ക ആചാര്യൊക്കെ പറഞ്ഞമായി തന്നെ ഞമ്മക്കിവിടെ പറഞ്ഞു തീരന്നെ നല്ലത്. ഞാനും മുജീബാക്കും ഫാറൂഖിനോട് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഏതൊരു അഭിപ്രായം ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ തീർന്നൂടെ ഫാറൂഖെ? എന്താ എൻ്റെ അഭിപ്രായം? ആചാരക്ക ഇതിലിപ്പോ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ എൻ്റെ കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം നിങ്ങളോടും മുജീബാക്കാനൊക്കെ ഞാൻ പറഞ്ഞതാണ്. അത് നിങ്ങൾ മാന്യമര്യാദക്ക് വിളിച്ച് പറയാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാടിന് പോയിരുന്നു. ഈ തല്ലിച്ചതക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. പിന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ നിങ്ങളും മുജീബാക്കിയും സക്കീറാക്കിയൊക്കെ തീരുമാനം പറയുമ്പോൾ ഇനി അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നിങ്ങൾ പറയുന്നേ അതുപോലെ ചെയ്യാം. അപ്പൊ സക്കീറേ, ഫാറൂഖ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മൂന്നാളും പാടെ പോയിങ്ങാണ്ട് ആ സ്റ്റേഷനിൽ പോയിങ്ങാണ്ട് ആ കേസൊന്നും പിൻവലിച്ചളി. അതായിരിക്കും നല്ലത്. ഇപ്പൊ കോടതിക്ക് ഒന്നും എത്തിയിട്ടുണ്ടാവില്ലല്ലോ, അത് സ്റ്റേഷനിൽ തന്നെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് നിങ്ങൾ മൂന്നാളും പാടെ ചെന്നിട്ട് ഒട്ടും വൈകിക്കണ്ട, അത് പോയിക്കാണ്ട് അതങ്ങോട്ട് പിൻവലിച്ചളി. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. വോട്ടുകാർ അങ്ങനെയൊക്കെ പറയും. എന്റെ ഒരു കാര്യം എഴുതിക്കളാട്ടോ, ഞാൻ പോവാ.
പേപ്പർ അയച്ചിരുന്നാലും പോ അത് ഇറക്കൂല. അസ്സലാമലൈക്കും. ഏതായാലും ഇപ്പൊ നിങ്ങളെ കണ്ടു തന്നെ നിങ്ങളെ കാണുന്ന വിചാരിച്ച് ഇങ്ങനെ നടക്കിരുന്നു ഞാൻ. അല്ല നമ്മളെ റിയാസിന്റെ കാര്യമൊക്കെ പറഞ്ഞു തീർന്നാണല്ലോ. ഇനിയിപ്പോ വേറെന്താ കാര്യം പറയാനുള്ളത്? ആ വിഷയമൊക്കെ അവസാനിച്ചല്ലോ. പിന്നെ സക്കീർ ഇപ്പൊ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഫാറൂഖ് ഇപ്പൊ ഇവിടെ നാട്ടിലുണ്ടല്ലോ, നിങ്ങൾക്കും റസ്യാബിക്കൊക്കെ സമ്മതാണെങ്കിലേ ഫാറൂഖിനെ കൊണ്ട് തന്നെ നമ്മളെ റസ്യാബിനെ തിരിച്ചെടുപ്പിച്ചാലോ എന്നൊരു അഭിപ്രായം. സെക്യൂറൊന്നും അങ്ങനെ പറയല്ലോ. ആരറിഞ്ഞു അങ്ങനെ? അതൊന്നും നടക്കൂല, അതൊന്നും വേണ്ട. അല്ലെങ്കിൽ ഓരോ തള്ളി മുട്ടി നടക്കണ നടക്കൂല. ഓരോട് പഴയൊക്കാൻ പറഞ്ഞ അവനോട്. അതിപ്പോ ഓൻ പറഞ്ഞൊരു അഭിപ്രായം ഞങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. അതിലിപ്പോ തീരുമാനം എടുക്കുന്നത് ഇപ്പൊ നിങ്ങളാണ്. പിന്നെ ഇപ്പൊ ഓൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോ റസ്യാബിക്കുള്ള കുട്ടി ഇപ്പൊ ഫാറൂഖിന്റെ തന്നെയാണല്ലോ. അപ്പൊ ഓല് ഒരുമിച്ച് ജീവിക്കലാണ് ഏറ്റവും അതിന്റെ ഹയറ്. അങ്ങനെ ഒരു അഭിപ്രായം സക്കീർ പറഞ്ഞു എന്ന് മാത്രം. അത് ഞാൻ ഞങ്ങളോട് പറഞ്ഞതുള്ളൂ. കയറോ? അതിലൊന്നും ഒരു കയറുമില്ല. ഓന്റെ കയറൊക്കെ കുറെ ഞാൻ കണ്ടതാണ്. ഇജയ് ആ ബലാലിനോട് പറഞ്ഞേക്കാൻ പറഞ്ഞ സക്കീറിനോട്, അതാ വേണ്ടിയത്. എന്നിട്ടാണോ ഇച്ചു പാത്തുമ്പോനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കാന്. നിങ്ങൾ എന്താ തീരുമാനം എടുക്കും? പിന്നെ നിങ്ങൾക്ക് ചായ കുടിക്കണോ? ഞാൻ ചായ കുടിക്കട്ടെ. ഞാൻ ചായ കുടിച്ചു. അല്ല താത്ത, സിനുവിന്റെ പാളിയാക്കല്ലേ സക്കീറാക്കാന്റെ ഒപ്പണ്ടല്ലോ, ഇവിടുന്ന് പോയിട്ടില്ലല്ലേ? അപ്പൊ എത്തിനാ താത്ത സക്കീറാ കളിയാക്കാനെ കുറിച്ച് വെച്ചിരിക്കണത്? എനിക്ക് എങ്ങനെ അറിയണേ? എനിക്കൊന്നും അറിയില്ല. നമുക്ക് വൈകുന്നേരത്തിനൊന്നും കിട്ടിയിട്ടില്ലല്ലോ കറിക്ക്. ഇപ്പൊ വരുന്നുണ്ട് താത്ത. ഞാൻ ഇപ്പാണ്ട് ഉണക്കലുണ്ടാൻ പറഞ്ഞു കൂട്ടാൻ വെക്കാൻ. ഓരോരുത്തർ ഓരോന്നിങ്ങനെ കേൾക്കുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ആ ബലാലിനെ സെക്യൂർ പിടിച്ചിരുത്തിയിരിക്കുന്നത്. സ്ഥലമുള്ളിടത്തോളം കാലം ചീരാപ്പ് മാറൂല പറഞ്ഞ മാതിരിയാണ്. ഒന്നിന്റെ മുകളിൽ ഒന്ന്. ഇപ്പാ ഉണക്കൽമീൻ വാങ്ങിയില്ലേ? എല്ലാ ആൾക്കാർക്ക് വാങ്ങിക്കണു. ഇപ്പ സിനുവിന്റെ ഉപ്പച്ചി ഇവിടുന്ന് പോയിട്ടില്ലോ അല്ലെ? സക്കീറാക്കാന്റെ ഉപ്പാണ്. നിങ്ങൾ അതിനെ പറ്റിയത്തിൽ അറിഞ്ഞോ? ഞാൻ കണ്ടിന്യൂ നാസറാജിനെ കണ്ടിന്യൂ. ആ കൂട്ടൊക്കെ അറിഞ്ഞാണ് വരുന്നത്. അപ്പോ ഓനെ ഫാറൂഖിനെ സക്കീർ അവിടെ പിടിച്ചിരുത്തിക്ക് തന്നെയാണ്. അല്ലെ എത്തിനാ പോനെ? അതിന്റെ ഒക്കെ ഒരു ആവശ്യം. അത് മാത്രല്ലേ ഇപ്പൊ ഫാറൂഖിനെ കൊണ്ട് റസിയാബിനെ തിരിച്ചെടുപ്പിച്ചണം എന്നൊക്കെ ഇപ്പൊ ഓല് പറയണത്. അത് നടക്കണ കേസല്ല. അല്ലെങ്ങാനും സക്കീർ വിളിച്ചിട്ടേടി. ഇല്ലപ്പാ, ഞാൻ സക്കീറാക്കാനെ കൊറേ ദിവസം ഇപ്പൊ കണ്ടിട്ട് ഇപ്പൊ വിളിക്കലും ഇല്ല. വിളിച്ചിട്ടില്ലല്ലേ? ഞാനൊന്നും അറിയില്ല. നാസറാജി പറഞ്ഞ പേര് തന്നെ ഇക്കുള്ളൂ. അപ്പൊ ഏതൊക്കെ നേരെ സത്യം എന്തൊന്നും അറിയില്ലല്ലോ. ഏതായാലും ഇതൊരു കാര്യം ചെയ്യോണ്ടി, അമ്മാന്റെ അടുത്തേക്കൊന്ന് പോയിക്കോണ്ടി. ഓക്കിപ്പോ എപ്പോഴും അമ്മാന്റെ അടുത്തേക്കൊന്ന് പോകാലോ. കാര്യങ്ങളൊക്കെ അറിയും ചെയ്യാ. ഇതിപ്പോ ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തൊക്കെയാന്നുള്ളത്. കാര്യം എന്തായാലും ശരി സെക്യൂറേ, ആ ഫാറൂഖേ ആ കേസാണ് പിൻവലിച്ചോടുകൂടി കാര്യങ്ങളൊക്കെ കണ്ട് എളുപ്പത്തിലായും ചെയ്തു. എല്ലാ ചൊറയും പോയും ചെയ്തു. മൂസക്കുട്ടി സുഖം ആകെ പേടിച്ച് അലങ്കരിഞ്ഞക്കണു. എന്റെ പൊന്നാര മുജിബാക്ക, പേടിയൊക്കെ നമ്മൾ സഹിച്ച അതൊന്നും വിഷയമല്ല. പൈപ്പുണ്ടല്ലോ, കജൂലട്ടോ, ഒരിക്കലും കജൂല, സഹിക്കാൻ കജൂല. ഇതൊന്ന് ആക്കം പോലെ തിന്ന മൂസക്കുട്ടി ചങ്ക കെട്ടി. ഒരു സുഖം എവിടെ എന്നിട്ട് ഓനെ അന്ന് പിടിച്ച തൂറ്റല ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പൊ ഞങ്ങണ്ട് വരുമ്പോ ഒരു കട്ടൻ ചായ ചെറുനാരിയും പിഞ്ഞു കൊടുത്തുകാണ്ട വരുന്നത്. അത് എത്ര നീച്ച നിനക്കറിയില്ല. അത് പേടിച്ചേക്കണല്ലേ ഈ ചൊറായി ഏതെല്ലാം തീർന്നിട്ടിയല്ലോ അല്ല മുനീറേ? പിന്നെ അല്ലാതെ സെക്യൂറാക്ക, അതൊക്കെ പോലീസ് കേസും ചൊറ വയ്ക്കണമെന്നുണ്ടെങ്കിലേ വണ്ടിയും വരും വേറിടൂല. അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതൊന്നും ഇപ്പൊ കഴിച്ചിലായതാണ് ഇപ്പൊ നിങ്ങള്. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ചെയ്തു എന്നാണ് ഇപ്പൊ നമ്മളൊക്കെ കരുതിയിരിക്കണത്. സുഖം നിങ്ങളും കൂടിയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് എല്ലാരും കരുതിയത്. പക്ഷെ നമ്മളല്ല ഇപ്പൊ നമ്മളിത് ആളറിയണത്. ആ കേസും കാര്യങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ തീർന്നു. ഇനിയിപ്പോ ഫാറൂഖിനെ ഇവിടെ ഇങ്ങനെ നിർത്തണോ? അത് പറഞ്ഞേക്കല്ലേ അല്ലാതെ. അത് ശരി, ആ ചങ്ങായിനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടില്ലേ? വല്ലാത്തൊരു സാധനം തന്നെ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓ കാരണമാണ് പട്ടിയുടെ അടുത്തുണ്ട് ഈ വായക്ക് മുമ്പ് നിന്നോണ്ടിരിക്കണ്ടേ? നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ അതിന് വേഗം പറഞ്ഞാക്കി, അതിനോട് നിർത്താൻ പറ്റൂല. ഇന്റെ ചേരായി പോയിക്കണമെന്നാണല്ലോ. അത് നമുക്ക് പറഞ്ഞേക്കാം. പിന്നെ മുജീബാക്ക, ഓന്റെ ഓരോരോ കഥകൾ ഇങ്ങനെ കേട്ടപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം. നാസറാജിനെ കണ്ടൊന്ന് സംസാരിക്കണം. വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് പൈല്.
ഞാൻ അതിന്റെ ഒരു തീരുമാനം കൂടി ആയിട്ടാണ് പറഞ്ഞേക്കാച്ചിട്ടാ. പറഞ്ഞേക്കാം. ഇനിയിപ്പത്തയിലേ പറയാനേ ഇതിലിപ്പോ കാര്യമായിട്ടുണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, സക്കീറിന്റെ നിരപരാധിത്വം തെളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഫാറൂഖിനെ ഇപ്പൊ നമ്മളിവിടെ നിർത്തിൻ്റെ. അതിലിപ്പോ സക്കീർ അതിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള എല്ലാവർക്കും വ്യക്തമായും ചെയ്തു. ഇനിയിപ്പോ അവനോട് പൊയ്ക്കോട്ടെ അല്ലേ? അത് ശരിയാണ്. നിരപരാധിത്വമൊക്കെ തെളിഞ്ഞാലും കൂടിയിട്ടേ അതില് വേറെ ചില കാര്യങ്ങളും കൂടി ഉണ്ട്. ഏതായാലും അവനെ ഒരു 2 ദിവസം കൂടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കാണ് പറഞ്ഞേക്കാം. അല്ല മുസക്കുട്ടിയെ? ആ വർത്താനം പറയുന്നതിനെ പൊന്നാറ് സെക്യൂറാക്കാം. ആ ചങ്ങായി എവിടുക്കാച്ച പോയിക്കോട്ടെ. ആ തെജാറ് കാരണം 4 ദിവസം ഞാൻ പട്ടിണിയായിരുന്നു. നിങ്ങൾക്ക് ആർക്കും തരില്ല. ഇപ്പൊ ഉണ്ടല്ലോ ഈ ഗ്രഹണി കുടിച്ച കുട്ടികൾ ചക്കക്കൂട്ടാൻ കണ്ടമാരി എത്ര കിട്ടിയാലും മതിയാവില്ല. ഇതും കഴിഞ്ഞു വല്ലാത്തൊരു ഇടങ്ങാറായി പോയി കിട്ടോ. വേണമെങ്കിൽ ഇനി 2 വായ്പ തിന്നോ, ആവശ്യമില്ലാത്ത പണി എടുത്തിട്ടല്ലേ ഇവര്. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ടില്ലേ, അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിച്ചിലായി നോട്ടിക്കോ. സിനിമ ചോറ് കളമ്പിയതൊക്കെ എന്താ ഫുള്ള് കഴിച്ചാലത് മതി. സെലിനാബിയോള് കഴിയുന്നു അങ്ങനെ തന്നെ അല്ലേ, കുറച്ചെന്നല്ലേ തിന്നോളൂ. അമ്മായിരോട് വന്നാ ഫുള്ള് ചോറ് കഴിച്ചണ്ടേ, കളമ്പിയതൊക്കെ ബാക്കിയില്ലപ്പടെ. ഇത് ചോറൊക്കെ തിന്നാതെ പോരെ കുട്ടിയെ? ഓള് ഇങ്ങനെ തന്നെ പെരയിലും. അവള് കഴിച്ചൂല. അതിന്റെ കഥ ഒന്നും പറയണ്ട അമ്മായിയെ. കോഴിക്കൾ തിന്നണത്രേ, ഓള് തിന്നില്ല. അമ്മായിയെ സെക്യൂറാക്ക രാവിലെ പോയതേക്കാറല്ലേ, ഉച്ചക്ക് ചോറിനൊന്നും വരലില്ലേ? ഞങ്ങൾ കൊറേ ആയി അമ്മായിനെ കാണാന്ന് വെച്ച് വരുന്ന വിചാരിച്ചിരിക്കുന്നത്. താത്ത ഇങ്ങനെ പോന്നപ്പോഴേ ഞങ്ങൾ എല്ലാവരും പോന്നതാ. എപ്പോഴാ സെക്യൂറാക്ക് വരും അമ്മായിയെ? ഓൻ രാവിലെ പോയതാണ്. ഓൻ ഞാൻ ചോറിനും കഞ്ഞിക്കൊന്നും വരുമെന്ന് വെച്ച് തോന്നണില്ല. ഓൻ ഇതിന്റെ ഇടയിൽ കൂടി അല്ലപ്പോ ആ കേസും കുൽമാലും ഒക്കെ ഉണ്ടായത്. അപ്പൊ ഓന് മുജീബിനെയും കൂട്ടിയിട്ടാണ് പോയിക്കാണ്. നാസറാജിനെ കാണണം, പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നൊക്കെ പറഞ്ഞാണ്ട്. നിങ്ങൾക്ക് ഓൻ വന്നിട്ടൊക്കെ പോകാം. ഇപ്പൊ വലിയ വേജാറൊന്നും ഇല്ലല്ലോ. റസിയാബ അവിടെ ഇരുന്നൊക്കെ വന്നപ്പം തുടങ്ങിയതാണല്ലോ അത് നിർത്താം. അവിടെ ഇരുന്ന ഞാൻ എന്തായാലും സക്കീറാക്കാനെ കണ്ടിട്ട് തന്നെ പോകണുള്ളൂ അമ്മായി. പിന്നെ പെരി വന്ന് കണ്ട് ഇപ്പൊ പറഞ്ഞു നാസറാജിനോട് സക്കീറാക്ക പറഞ്ഞോ സിനുവിന്റെ അപ്പച്ചിനെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണെന്നുള്ളത്. എന്താ സക്കീറാക്ക ഇങ്ങനെയൊക്കെ പറയണം അമ്മായി? എനിക്കൊന്നും മനസ്സിലാണില്ല. അതന്നെ ഇപ്പൊ ഞാനും പറയുന്നത്. ഓന്റെ ചില നേരത്തെ കാട്ടിക്കൂട്ടലും പറച്ചിലും കേൾക്കുമ്പോഴേ ഇച്ചും കൂടി മനസ്സിലാവണില്ല ഓൻ എത്ര പറയുന്നുണ്ട് കാട്ടുണ്ട് എന്നുള്ളത്. അല്ലേച്ചിപ്പോ എത്തിനപ്പോ ആ ഫാറൂഖിനൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ്ട് നിർത്തിക്കണത് തോന്നി. എത്താകുമ്പോ അതിനോട് കാര്യമുള്ളത് ഇടങ്ങാറാകാനൊത്തുമില്ല. അതൊക്കെ ശരിയാവും. അതോർത്താണ്ടൊന്നും സങ്കടപ്പെടണ്ട. കുട്ടിയെ ഇജ് ഒളിച്ചറക്കലൊക്കെ കഴിഞ്ഞ് പോന്നോ? എവിടെ സെക്കീറാക്കി മുജീബാക്കൊക്കെ എവിടുക്ക പോയിട്ടുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളേ എനിക്ക് പള്ളി പഴിച്ചിട്ട് വെച്ചാൽ തിന്നാ മല്ലുണ്ട് അവിടെ. റബ്ബേ, ഈ കുട്ടികളിപ്പോ അറിയാതെ വന്ന് നോക്കുമ്പോ കഞ്ഞിയും ചോറൊക്കെ കഴിഞ്ഞാവോ നോക്കട്ടെ. ഞാൻ 2 വറ്റിന്റെ എടുത്ത് കണ്ട് കുറച്ച് കഞ്ഞിയിലെടുത്തിട്ട് തന്നാലും മതി. അത്രക്ക് എനിക്ക് പഴിച്ചിട്ട് വെച്ചാ ആകെ ഇറങ്ങാറായിക്കണ്. ഞാൻ നോക്കട്ടെ. ചെല്ലി നിങ്ങളൊക്കെ തിന്നാ എല്ലോ. എത്ര ദിവസം കുട്ടി അജ്ജ അവിടെ വെക്കണു? അജ്ജ അങ്ങോട്ട് പോയിക്കോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. ആ കുട്ടികളെ ഇടയില് ഞാൻ പുറത്തേക്ക് പോട്ടോ. ആയിക്കോട്ടെ. മുജീബ അവിടെ നിൽക്ക, ഒരു കാര്യം പറയാണ്ട് കണ്ടത് നന്നായി. ഏതായാലും അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. അല്ല എന്തിനോ അലക്കൊക്കെ നിങ്ങൾ ആ ഫാറൂഖിനെ നിങ്ങൾ 2 ആളും കൂടി ഇവിടെ പിടിച്ചിരുത്തിക്കണേ. ഓനോട് പറഞ്ഞയച്ചൂടെ? വണ്ടിയും ബലിയും എന്തിനൊക്കെ അടങ്ങൊക്കെ. അതിനിപ്പോ ഞാനും പറയണ്ടത്. ഇപ്പൊ ഓനവിടെ പിടിച്ചിരുത്തിക്കണ്ടേ നിങ്ങളെ സക്കീർ തന്നെയാണ്. എനിക്കൊരു യാതൊരു ബന്ധവുമില്ല. ഓപ്പ എന്തൊക്കെ പറയണ്ടേ, എനിക്കെന്താ വെച്ചാ ഒന്നും മനസ്സിലാവണില്ല. ഏതായാലും ഓനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ടി. അവസാനത്തെ വണ്ടി വലിയ തല്ലിച്ചുകൊണ്ട് അതൊന്നും വേണ്ട, വെറുതെ. ആയിക്കോട്ടെ, ഞാനേ പറഞ്ഞോളാം കേട്ടാ. കുട്ടീന്റെ സ്കൂളിലൊന്ന് പോകണം. ആയിക്കോട്ടെ. എടാ സക്കീറേ, ഇറങ്ങാടാ. അന്നെ കാത്ത് കൊറേ നേരമായി നിക്കണോര് പോകാൻ വേണ്ടിട്ടേ. ഇപ്പൊ താഴത്തേക്ക് വരും വിചാരിച്ചാണ്ട് നിക്കുന്നു. ഒരു ദൂറിന്റെ മുന്നേ വന്നിക്കണു. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? റിയാസിന്റെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മറ്റന്നാളായിട്ടേ എത്തിക്കോളൂ കേട്ടോ. അത് പറഞ്ഞാണ്ടി വലിയാക്കാനോട്. ഞാൻ അറിഞ്ഞു, റിയാസ് വിളിച്ചേനു. പിന്നെ അതല്ല സക്കീറാക്ക, ഇപ്പൊ എന്നോടൊരു കാര്യം പറഞ്ഞല്ലോ. നിങ്ങളെന്താ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇപ്പൊ കുറിച്ച് എനിക്കിഷ്ടമില്ലാത്ത കാര്യത്തിന് എന്തിനാ നിങ്ങൾ നിർബന്ധിക്കണം? എനിക്ക് അത് അറിഞ്ഞാൽ മതി.
അതെ, കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴേ അതാണ് ശരിയെന്നൊരു തോന്നൽ. പിന്നെ സത്യം പറഞ്ഞാൽ ഫാറൂഖ് ഒരു പാവാണ്. ഒരു കാലത്തും അവനൊരു തെറ്റും കുറ്റമൊക്കെ പറ്റിയാലും തിരുത്താനൊരവസരമാണെന്ന് പറയുമ്പോഴേ അത് നമ്മൾ ചെയ്തു കൊടുക്കല്ലേ നല്ലത് എനിക്കൊരു തോന്നല്. ഓക്ക് തീർപ്പതില്ല എന്നുള്ള ഓളെ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിക്കൂടെ? പിന്നെ എന്തിനാ ജോളെ നിർബന്ധിക്കുന്നത്? പിന്നെ 3-3.5 വയസ്സായപ്പം ഇട്ടാണ്ട് പോയതാണോ ലോളി പെണ്ണിന്? എന്നിട്ട് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കുക, വേറുള്ളത് കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ഓന്. പിന്നെ എത്തിനപ്പോൾ ഓനെ ഇവിടെ പിടിച്ച് വെച്ചാണ്ട് ഓളെ നന്നാക്കാൻ നിൽക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൻ എങ്ങനെ വെച്ചാൽ ആയിക്കോട്ടെ. ഓക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത കേടൊന്നും ഉണ്ടാവില്ലമ്മ. അത് ഇപ്പോഴത്തെ ഒരു ദേഷ്യം ഭാഷയൊക്കെ ഉണ്ടേ, അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഓളെന്നാൾ പറഞ്ഞ ഓർമ്മല്ലേ, എന്തായാലും സിനുവിൻ്റെ പെശല്ലേ എന്നുള്ളത് ഓൻ്റെ കൈ ഒടിഞ്ഞു പറഞ്ഞപ്പോഴേ അതെന്തായാലും ഓളെ മനസ്സിലുണ്ടാവും എൻ്റെ വാപ്പ എന്നുള്ളത്. അതാണമ്മ അതിൻ്റെ ശരി. അപ്പം അത് തന്നെയല്ലേ നിങ്ങളെ മനസ്സിൽ? അമ്മായിയെ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഒരു കല്യാണത്തിന് തയ്യാറല്ലേനും. ചെറുപ്പത്തിൽ സക്കീറാക്കാക്ക് എന്നോട് ഇഷ്ടമായിരുന്നുള്ളത് ഞാൻ കുറേ വൈകിയാണ് അറിഞ്ഞതെങ്കിലും എല്ലാവരും കൂടി പിന്നെ സക്കീറാക്കാൻ എൻ്റെയും കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാനൊന്ന് മനസ്സുകൊണ്ട് സന്തോഷിച്ചു. അപ്പോൾ അത് സക്കീറാക്ക അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് കാട്ടമ്മായി? എത്തിനമ്മാൻ്റെ കുട്ടി അതൊക്കെ പറഞ്ഞത് ഓള് മനസ്സാകെ അടങ്ങാറായാണ്ടാണ് ഇപ്പം ആ പെൺകുട്ടി അവിടെ നിന്ന് പോയത്. അത് സാരല്ലമ്മ, അതാണ് അതിൻ്റെ ശരി. ഒന്നുമില്ലെങ്കിൽ അതിലൊരു കുട്ടിയുള്ളല്ലോ ഒരിക്കൽ ഓലും ഉമ്മയും ഇപ്പയും കുട്ടിയും കൂടി ജീവിക്കലല്ല അതിൻ്റെ ശരി. നമ്മളതിൻ്റെ ഇടയിൽ ശരിക്കും നമ്മൾ ആലോചിക്കാമെന്ന് അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല. അത് ശരി, ഇത് നമ്മാൻ്റെ കുട്ടീൻ്റെ റസിയാബിനോടുള്ള ചെറുപ്പം മുതൽ തന്നെയുള്ള ഇഷ്ടം അതിന് വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്? എത്തൊക്കെ കാട്ടിക്കൂട്ടിപ്പജി? അതുമ്മ, ചില ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ചു വാങ്ങലും നേടിയെടുക്കലും മാത്രമല്ല, ചിലതൊക്കെ വിട്ടുകൊടുക്കലും കൂടിയാണ്. അതല്ലമ്മ അതിൻ്റെ ശരി. ഓല് സുഖമായിട്ട് ജീവിച്ചാൽ പോരെ. ഉമ്മാൻ്റെ കുട്ടി ഇത്രക്ക് പാവായല്ലോ. നോക്കി മനസ്സാ, കിന്നാരം പൊന്നാരം ഒന്നും പറഞ്ഞു നിൽക്കണ്ട. കല്യാണം പറഞ്ഞിട്ട് വേറെ പോന്നോളുണ്ട്. അഹങ്കാരം. ആയിക്കോട്ടെ. താത്തയും സക്കീറും സിറ്റ് ഔട്ട് തന്നെ ഉണ്ടല്ലോ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അളപ്പാ കേറി എത്തളാപ്പ എന്നിട്ട് വർത്താനൊക്കെ? ബുസറൊന്നും പോകുന്നില്ലേ? ബുസറാന്റെ കാര്യം ഞങ്ങളിപ്പോ വന്നതേ ബുസറാന്റെ കല്യാണം പറയാനാണ്. 15-ാം തീയതിയാണ് കല്യാണം. ഇജും താത്തി നേരത്തെ കാലത്ത് അങ്ങോട്ട് വാ. മുസ്ലാന്റെ കല്യാണം ശരിയായില്ലേ? എവിടുന്നാടി വന്നിട്ടുണ്ട്? എത്തവന് പണി? ചെറുക്കന് ഗൾഫിലാണ് പണി. അവിടെ വലിയ കച്ചവടം കാര്യങ്ങളൊക്കെയാണ്. ഒരു വലിയ കുടുംബക്കാരാണ്, വലിയ പൈസക്കാരൊക്കെയാണ്. ഞങ്ങള് കരുതി സക്കീറിന്റെ റസിയാബിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞിക്കണെന്ന് വിചാരിച്ചു. ഞങ്ങളോട് പറയേറ്റേക്കാരെന്നും വിചാരിച്ചു. അതെന്തായി താത്ത? അത് നിങ്ങൾ അറിഞ്ഞില്ല മനസ്സാ? റസിയാബിന്റെ ആദ്യത്തെ മാപ്പിള വന്നാണ്ട് അവളെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞ അത് ഞാൻ എന്താവാനാ? ആ, അങ്ങനെയാണല്ലേ. എന്നപ്പൊ സക്കീറിന് വേറെ കല്യാണം നോക്കേണ്ടി വരുമല്ലോ. ഓന് പ്രായം കുറെ ആയില്ലേ? പ്രായം മാത്രല്ലല്ലോ, തടിയും കൂടുതലല്ലേ. ഇപ്പത്തെ പെൺകുട്ടികൾക്കൊക്കെ തടിയുള്ള പോലെ പറ്റോ? സാബറ, നിങ്ങൾ കല്യാണം പറഞ്ഞാൽ നിൽക്കുകയാണെങ്കിലേ അത് കഴിഞ്ഞാൽ പോയിക്കോളി. അല്ലാതെ വേറുള്ള വർത്താനം നിങ്ങൾ പറയാൻ നിൽക്കണ്ട. നീച്ചാണി മനസ്സിലാ, നമുക്ക് പോവുക. നീ വേറെ എത്ര സ്ഥലത്ത് പറയാണ്ട് നടക്കാണ്ട്. എളാപ്പ ഞങ്ങള് പോവാ, ചാടിച്ചിട്ട് പോയാ പോരെ? എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴാ ഒരു സമാധാനമായത്. എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാണ്ടമ്മ. ആ വേണം.